ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. ഫ്രണ്ടിൻ്റെ മാരേജ് വർക്ക് കണ്ട് ഇഷ്ടപ്പെട്ടിട്ട് ഇവരെ ബുക്ക് ചെയ്തതാണ്. നമ്മൾ അതിരാവിലെ തന്നെ ഇവരെ വീട്ടിലെത്തിയിട്ടുണ്ട് കേട്ടോ. 4 മണിക്ക് മുന്നേ നമ്മളിവിടെ എത്തിയിട്ടുണ്ട്. വീട്ടിലേക്ക് എത്താൻ വേണ്ടിയിട്ട് കുറച്ച് സമയം എടുത്തു കേട്ടോ. ലൊക്കേഷൻ എത്തിയിട്ട് ഇവരെ വീട്ടിലേക്ക് അമ്പലങ്ങളുടെ സൈഡായ കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങോട്ട് എത്തിപ്പെടാൻ കുറച്ച് സമയം എടുത്തു കേട്ടോ. അപ്പോൾ ഫസ്റ്റത്തെ രാവിലത്തെ ലുക്കാണിത്, എൻഗേജ്മെൻറ്റിൻ്റെ ലുക്കാണ്. ഇവരൊരു ഗ്രാമമാണ് കേട്ടോ. ഈ ഒരു ഏരിയ ഇവരുടെ കാസ്റ്റ് മാത്രമുള്ള ഒരു ഏരിയയാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ചടങ്ങും കാര്യം, ഇത് താലി കെട്ടുമ്പോഴുള്ള രണ്ടാമത് നമ്മൾ ഉടുപ്പിച്ച സാരിയാണ് കേട്ടോ. ഇതിനൊന്നും ടൈം തന്നെ ഇവർ നിന്ന് കിട്ടണില്ല കേട്ടോ. നന്നായിട്ട് ബ്ലൗസൊക്കെ അടിപൊളിയായിട്ട് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു തരം ചടങ്ങുകളാണ് ഈ കാണുന്നത്. എന്ത് ചടങ്ങാണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഈ കുട്ടിക്ക് പോലും ഈ ചടങ്ങുകൾ എന്താണെന്നുള്ളത് അറിയണില്ല. അവൾ ആകെ അന്തം വിട്ടിട്ട് നിൽക്കുക കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഞെറിവൊക്കെ പ്ലീറ്റ് എടുത്ത ആ സാരിയുടെ പിന്നൊക്കെ അഴിച്ച് ഇവർ അതിലെന്തൊക്കെയോ ഫ്രൂട്ട്സുകളും കാര്യങ്ങളൊക്കെ കെട്ടി എന്തൊക്കെയോ ചെയ്യുന്നതാണ് കേട്ടോ. തേങ്ങ, ഫ്രൂട്ട്സ്, വെറ്റില, അങ്ങനെ കുറേ സാധനങ്ങളൊക്കെ ആയിട്ട് ആ സാരിയുടെ മുന്താണിയിൽ കൊടുത്തിട്ട് എന്തൊക്കെയോ ചടങ്ങുകൾ ചെയ്യുന്നുണ്ട്. ഇത്രയും ചടങ്ങുകളൊക്കെ എന്തിനാന്ന് ചോദിച്ചാൽ അതെനിക്കറിയില്ല. എന്നിട്ട് എന്താ കാര്യം എന്ന് എനിക്കറിയില്ല. ഇത് 3ാമത്തെ സാരിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ താലി കെട്ടി കഴിഞ്ഞിട്ട് പിന്നെ ഈ സാരി കൊടുത്തിട്ടാണ് ഈ കുട്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലത്തെ ഏത് സാരിയാണ്, ഏത് കളർ ഇഷ്ടപ്പെട്ട്, ഏത് മേക്കപ്പ് ഇഷ്ടപ്പെട്ടു എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഏത് വർക്കാണെങ്കിലും എത്ര നേരത്തെ ആണെങ്കിലും ഏത് ലൊക്കേഷനാണെങ്കിലും നമ്മൾ വന്നിട്ട് വർക്ക് ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ നമ്മളെ കോൺടാക്റ്റ് ചെയ്യുക. നമ്മുടെ നമ്പർ ഇതിൽ കൊടുക്കുന്നതായിരിക്കും കേട്ടോ. താങ്ക്